നമസ്കാരം കാശിയുടെ പ്രിയ പ്രേക്ഷകരെ. ചടയമംഗലം കല്ലുമല ഈ ആയുർവേദ ക്ഷേത്രത്തിലെ ഉത്തരമഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സമർപ്പണത്തിന്റെ ചടങ്ങിലേക്ക് അവരെ ക്ഷണിക്കുന്നു. നാദകലയുടെ കായമയി വേദകലയുടെ സാന്ധ്യമയി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്തേ. നമ്മുടെ കല്ലുമല ശ്രീ വേട്ടക്കരുവൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ദിനമായ ഇന്ന് ഉത്സവം തുടങ്ങുകയാണ്. ഈ നമ്മുടെ വേട്ടക്കരുവനെ സംബന്ധിച്ച് നമുക്ക് ധാരാളം കഥകളുണ്ട്, വിവിധ തരത്തിലുള്ള കഥകളുണ്ട്. അത് നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ശിവനും പാർവതിയും അർജുനന് പാശുപതാസ്ത്രം നൽകുന്നതിന് വേണ്ടി കാട്ടിലെത്തുകയും അങ്ങനെ അർജുനുമായിട്ടൊരു പരീക്ഷണം നടക്കുകയും അതിനുശേഷം കാട്ടാളത്തിയുടെ വേഷം പൂണ്ട് എത്തിയ ശിവനും പാർവതിയും അർജുനന് പാശുപതാസ്ത്രം കൊടുത്തതിന് ശേഷം കാട്ടിൽ കുറേ കാലം അവർ കഴിയുന്ന സമയത്ത് ജനിച്ച പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ. അങ്ങനെ വേട്ടയ്ക്കൊരു മകൻ അവിടെ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം കാട്ടിലാണ് നിവസിക്കുന്നത്. കാട്ടിലുള്ള ജന്തുക്കളെയും അതെയൊക്കെ അദ്ദേഹം അമ്പ ചെയ്ത് കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. അങ്ങനെ പലരും ചെന്ന് പരമശിവനോട് ഈ വിഷയം പറഞ്ഞു, പല ഋഷീശ്വരന്മാരുമൊക്കെ. അപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞത് കൊച്ചു പയ്യനല്ലേ, അതുകൊണ്ട് അത് കുറേ കഴിയുമ്പോഴത്തേനും നിന്നു പോകും. അവസാനം അവർ നേരെ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ടു. അങ്ങനെ മഹാവിഷ്ണുവിനോട് ഈ ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സന്യാസിമാർക്കും ഋഷീശ്വരന്മാർക്കൊക്കെ ഇതേ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. അങ്ങനെ മഹാവിഷ്ണു ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊൻചുരികയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ യുദ്ധം ചെയ്യുന്ന, അതായത് മൃഗങ്ങളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഭഗവാന് ഈ ആയുധങ്ങളോട് വലിയ ഭ്രമമാണ്. അപ്പോൾ ഈ പൊൻചുരികയായിട്ട് ചെന്ന സമയത്തിന് അദ്ദേഹം ഈ പൊൻചുരിക ആവശ്യപ്പെട്ട് വേട്ടയ്ക്കൊരു മകൻ. അപ്പോഴത്തേനും മഹാവിഷ്ണു പറഞ്ഞു, അമ്പും വില്ലും ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇത് വലത്തെ കൈ വാങ്ങിച്ചിട്ട് താഴെ വെക്കില്ല എന്നുള്ള ഉറപ്പ് തരുവാണ് എന്നുണ്ടെങ്കിൽ പൊൻചുരിക തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ ഭഗവാൻ, ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൊൻചുരിക വാങ്ങിക്കുകയാണ്. അങ്ങനെ പൊൻചുരിക വാങ്ങിച്ചതിന് ശേഷം മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപത്തിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ പൊൻചുരിക, കയ്യിലിരിക്കുന്ന പൊൻചുരിക അദ്ദേഹം പാദത്തിൽ ഊന്നിയാണ് ആ വിഗ്രഹത്തിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മഹാവിഷ്ണു പറഞ്ഞു, നേരെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ ഈ വേട്ടയ്ക്കൊരു മകൻ്റെ ക്ഷേത്രങ്ങളുള്ളൂ. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ബാലുശ്ശേരി കോട്ടയ്ക്കകത്താണ് അദ്ദേഹം ആദ്യം വരുന്നത്. അവിടെ വന്നിട്ട് ജനങ്ങളുടെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ പരമശിവൻ്റെ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഭദ്രകാളി ഉണ്ടായിരുന്നു. ഇതുവഴി വന്ന വഴിക്ക് ഭദ്രകാളി അദ്ദേഹത്തിനെ ഇവിടെ വിളിച്ചിരുത്തി അദ്ദേഹത്തിന് ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം കേരളത്തിൽ 2, 3, 4 സ്ഥലത്തേ ഉള്ളൂ. അതിലൊന്ന് ഇവിടെ തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ഈ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ് വേട്ടയ്ക്കൊരു മകൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു തലത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്നേവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള, ജനങ്ങൾക്ക് വേണ്ടി എല്ലാ അവരുടെ അഭീഷ്ട കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരുന്നതും. ഇതിന് നേരെ അക്കരെ ഒരു ക്ഷേത്രമുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടാണ്.
അവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഉത്സവ സമയത്തുള്ള വിശ്രമ സങ്കേതമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടുന്ന് അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് ചടയമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്ക് അച്ഛനെയും അമ്മയും കാണാൻ, അതായത് ശിവനെയും പാർവതിയും കാണാനായിട്ട് എഴുന്നള്ളിക്കുകയാണ്. അങ്ങനെ എഴുന്നള്ളിച്ച് അവിടെ പോയി ഒരു വർഷത്തേക്കുള്ള കുശലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിച്ച ശേഷം അദ്ദേഹം തിരിച്ചെഴുന്നള്ളി അവിടെ വന്നിട്ട് നേരെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകളെ കുറിച്ച് ഉത്സവ ചടങ്ങുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കൂട്ടാ. ഹരിയാണ ഉത്സവ ചടങ്ങുകളൊന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടാണ് ഇവിടെ വഴിപാട്. ഈ പൊങ്കാല കഴിഞ്ഞാൽ ഈ പൂരമാണ്, പിന്നെ ബാക്കി കാര്യങ്ങൾ. പൂരത്തിനാണ് എഴുന്നള്ളി അങ്ങോട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഉത്തിരത്തിന് ഇവിടെ വഴിപാടാണ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് പന്തീരടി പൊങ്കാല എന്നുള്ള നിലയിലാണ് വെക്കുന്നത്. അതായത് ഇവിടുത്തെ 10 പായസം, ഇടിച്ചുപിടിഞ്ഞ പായസം, പാൽപ്പായസം, ഈ തരത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ വന്ന് ഈ ചടങ്ങുകൾ നടത്തുക. പണ്ട് ഈ വഴിപാട് കൊണ്ടുപോയായിരുന്നു ഓരോ വീടുകളിലും ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുന്നത്. അത് പണ്ട് മുതലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളൊരു ആചാരമാണ്. ഇത് വേട്ടക്കരുമകൻ ഈ വനത്തിലാണ് ഇവിടെ താമസിച്ചിരുന്നത്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പിന്നെ വർഷത്തിലൊരിക്കലായിരുന്നു നമുക്ക് പൂജ ഉണ്ടായിരുന്നത്. കാരണം ഇവിടെ എല്ലാം വലിയ വനങ്ങളും പുലിയും കടുവയൊക്കെ ഉണ്ടെന്നായിരുന്നു പഴയ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് വെട്ടിത്തെളിച്ചിട്ടായിരുന്നു പൂജ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് മാസത്തിലൊരിക്കലായി. ഇപ്പോഴാ തലത്തിലേക്ക് തുടർന്നു പോവുകയാണ്. മറ്റേ ഉത്സവ ചടങ്ങ് അത് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഉത്തരം തിരുനാൾ മഹോത്സവം മാർച്ച് 1 മുതൽ 4 തീയതി വരെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി നടത്തി വരികയാണ്. ഇന്നാണ് ഉദ്ഘാടനം. പൊങ്കാലയോടുകൂടി ഉത്സവം ആരംഭിച്ചു. വിവിധ കലാപരിപാടികളോടുകൂടി ഇന്ന് 4 തീയതി ഇത് അവസാനിക്കും. അതിന് നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് നാളെയും മറ്റന്നാളുമായിട്ട് നല്ല പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം ഇത് ആഘോഷിക്കുന്നു. എല്ലാവരുടെയും ഈ നാട്ടിൻ്റെ തന്നെ ദേവനായിട്ടുള്ള ശ്രീ വേട്ടയ്ക്കൊരു മകൻ ആയിരവല്ലി എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. ഇവിടുത്തെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം തന്നെ നാട്ടുകാർക്കും നമ്മുടെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ആചാരപൂർവ്വം ഇതെല്ലാം നടത്തും. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? ഉണ്ട്. എത്ര വർഷം കൊണ്ട് ഇടുന്നു? 3-4 വർഷം കൊണ്ട് ഇടുന്നു. പേരെങ്ങനെയാണ്? പേര് ഇന്ദു. എത്ര വർഷം കൊണ്ട് ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്? 7 വർഷം കൊണ്ട് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാനാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നേടിത്തരുന്നൊരു ഭഗവാൻ. ചോദിക്കേണ്ട പേര് പറഞ്ഞു.
എത്ര വർഷമായിട്ടാണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നതിനും വിട്ട് ഇവിടെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട്. ചേച്ചി പേരെങ്ങനെയാണ്? പേരെങ്ങനെയാണ്? പറഞ്ഞോളൂ, കുഴപ്പമില്ല. ബിന്ദു. ഇവിടെ തുടർച്ചയായിട്ട് പൊങ്കാലയിടുന്നുണ്ടോ? ചേട്ടാ അതല്ല, നിവേദ്യം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ? സഞ്ജീവ പറയൂ. അതെ അത് പറയൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചോദിച്ചോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, റേഞ്ച് കേട്ടാവുന്നു. ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോ. അത് കാരണം വെച്ചല്ലേ അങ്ങോട്ട് പോകുമ്പോൾ അനുസരിച്ച് റേഞ്ച് കേട്ടാവുന്നുണ്ട്. ലൈവാണ്, അതാണ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. വിളിക്കാൻ ശരിയല്ല. അങ്ങോട്ട് പോയിട്ട് ഈശ്വരനെ പോലെ എന്താ പറയാനുണ്ടോ ചോദിച്ചാൽ കേട്ടോ. ഈശ്വരനെ പോലെ എന്താ പറയാനുണ്ടോ ചോദിച്ചാൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നോക്കില്ല, വിളിക്കുന്നത് ശരിയല്ലേ. അതല്ല, നിവേദ്യം എപ്പോഴാണ് തുടങ്ങുന്നത്? അത് കഴിഞ്ഞ ഉടനെ ശ്വാസം പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് മേലോട്ട് പോയിട്ട് വരാൻ പറ. ലൈവിൽ നോക്കി, ലൈവിൽ നോക്കിക്കോളാം. ആ പൊങ്കാല സമർപ്പണം കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങിലേക്കാണ്, നിവേദ്യമാണ്. എത്ര വർഷമായിട്ടാണ് ചെയ്യുന്നുണ്ട്? കുറച്ച് നാളുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതിൽ വലിയ വിശ്വസിക്കുന്നുണ്ട്. ആ പയ്യൻ്റെ വീട് അറക്കൽ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ ആൾക്കാരോ അമ്പലത്തിൻ്റെ ആൾക്കാരോ
ചിരിച്ചു കാണിച്ചേ ഫോട്ടോയിൽ. എന്നെ ഇങ്ങോട്ട് നോക്കമ്മേ. നിവേദ്യത്തിന് താമസമുണ്ടോ? അല്ല ഇപ്പോൾ ഇത് വെളിയിൽ നിവേദിക്കുന്നപ്പോഴാണ് അതിൻ്റെ അപ്പം ടൈമായിരുന്നു. ഞാൻ പോയിടുന്നു. അവളുടെ അച്ഛൻ ഈ സ്ഥലത്ത്
ഇല്ല